ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഈന്തപ്പഴം കൊണ്ട് ലഡു. ഇതിനായിട്ട് ഞാൻ 400 ഗ്രാം ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കഴുകി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത്തിരി അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ കഴുകുമ്പോഴത്തേന് ഇതിൻ്റെ അകത്ത്. ഈ ഒരു പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യായാലും മതി. ബട്ടറൊക്കെ ഏകദേശം ഒന്ന് അലുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ഉരുകി. ഇനി നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഈ ബട്ടറിൻ്റെ അകത്തിട്ടൊന്ന് വരട്ടിയെടുക്കണം. അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇതാവും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ്. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഈന്തപ്പഴം വെറുതെ തിന്നാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ലഡു ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ബട്ടറിൻ്റെയും ഈന്തപ്പഴത്തിൻ്റെ എല്ലാം ഗുണം കിട്ടുമല്ലോ. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അകത്ത് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാം പരിപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കൂടി കഴിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. ഏകദേശം ആയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കട്ടെ. ഞാൻ കാഷ്യൂനട്ടും ബദാം പരിപ്പും റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്ത് ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം ലഡുവിൻ്റെ ആകൃതിയിൽ. എന്നിട്ട് അതിലേക്ക് ഒരു കാഷ്യൂനട്ടും വെക്കണം, അതുപോലെ തന്നെ ഒരു ബദാമും കൂടി വെക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ലഡു റെഡിയായി. നമുക്കിതെല്ലാം ഒരേന്നിങ്ങനെ ഉരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഈന്തപ്പഴം ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും ഇത്. താങ്ക് യു.